ഊമപ്പനിയെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ പ്രഭാകരൻ തച്ചപ്പുഴയും മുൻ മന്ത്രിയും പ്രതിപക്ഷ എംഎൽഎയുമായ ശ്രീ തോമസ് കുഴുവേലിക്കുന്നേലും നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രഭാകരൻ തച്ചപ്പുഴ, നമസ്കാരം. 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 തേന്മലയിൽ രോഗപരിശോധന ശരിയായ രീതിയിൽ നടക്കുന്നില്ല, യഥാർത്ഥ രോഗവിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നു, ഇങ്ങനെ നിരവധി തരത്തിലുള്ള ആരോപണങ്ങൾ ആരോഗ്യവകുപ്പിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഈ ആരോപണങ്ങളോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അയ്യോ, അതൊക്കെ പ്രതിപക്ഷം ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ എന്റെ ചന്ദ്രകാന്ത്. നിങ്ങൾ ആ തേന്മല ആശുപത്രിയിൽ പോയെന്ന് നോക്കൂ. ഇടിച്ചു കുത്തിയല്ലേ ജനങ്ങൾ വരുന്നത്. ഭയങ്കര റെസ്പോൺസാ. ഇത്ര ഉത്തരവാദിത്തമില്ലാതെ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി സംസാരിക്കാൻ പാടുന്നു? മന്ത്രിസഭയിലെ തമ്മിലടി മറയ്ക്കാനായിട്ട് ഭരണപക്ഷം തന്നെ റിലീസ് ചെയ്തതാണോ ഈ അസുഖമെന്ന് എനിക്ക് സംശയമുണ്ട്. പുതിയ അസുഖമൊക്കെ പുറത്തിറക്കാൻ കേന്ദ്രമന്ത്രിസഭയ്ക്ക് അധികാരമുള്ളൂ. തോമാച്ച അതിനെക്കുറിച്ച് വിവരമില്ല. എന്നിട്ട് വിവരമുള്ള നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയോ? ആര് പറഞ്ഞു ബോധവൽക്കരിച്ചില്ലെന്ന്? 2 പ്രാവശ്യം ബോധവൽക്കരിച്ചു. പറഞ്ഞു കൊടുത്തിനും ജനങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യും? പഴം വാങ്ങി തൊലി പൊളിച്ച് വായിലോട്ട് വെച്ചു കൊടുക്കാം. വിഴുങ്ങണമെങ്കിൽ അവരോട് വിചാരിക്കണ്ടേ? കേട്ടില്ലേ? കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് ചേർന്ന വർത്തമാനമാണോ ഇത്? സംസ്കാരമുള്ള ഒരാൾ ഇങ്ങനെ സംസാരിക്കുവോ? ജനങ്ങളെ പഴം വിഴുങ്ങണമെന്ന് വിളിച്ച തച്ചപ്പുഴ രാജിവെക്കണം. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആടിനെ പട്ടിയാക്കുന്ന ഈ പരിപാടി കുഴിവയലിയുടെ സ്ഥിര നമ്പറാ. അയ്യടാ, ഞാനിപ്പോ രാജിവെക്കും. അതിനിച്ചിരി പുളിക്കും. അത് കൊള്ളാം. ശ്രീ പ്രഭാകരൻ തച്ചപ്പുഴ, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഊമപ്പനി പകർച്ചവ്യാധിയാണെന്ന് ഇതുവരെ സർക്കാർ സമ്മതിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ആരോഗ്യവകുപ്പ് 10,000 മാസ്കുകൾ ജനങ്ങൾക്ക് വിതരണം ചെയ്തത്? അതിപ്പോ പിന്നെ എങ്ങാനും പകർന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അസുഖം വരുത്തി വെച്ചിട്ടിരുന്ന് മോങ്ങുന്നതിനേക്കാളും നല്ലതല്ലേ അത് വരാതെ നോക്കുന്നത്? ചന്ദ്രകാന്തേ, അതിന്റെ കാര്യം ഞാൻ പറയാം. ആ മാസ്കിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാ നടന്നിട്ടുള്ളത്. മാസ്ക് കമ്പനിക്കാരോട് കമ്മീഷൻ വാങ്ങിയിട്ട് മുഖം മൂടിക്കൊള്ള നടത്തിയിരിക്കാ തച്ചപ്പുഴ. അത് ഭയങ്കര തമാശ. ഹലോ 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 ഹലോ, കേൾക്കുന്നില്ല? രക്ഷപ്പെടാൻ അനുവദിക്കരുത്, വിടരുത്. ആരോപണങ്ങൾ പകർന്ന ഒരു മന്ത്രി എങ്ങനെ രാജ്യം ഭരിക്കും? പ്രഭാകരൻ തച്ചപ്പുഴ ഞാനിപ്പോ രാജിവെക്കും. അതിനിച്ചിരി പുളിക്കും. ഞാനിപ്പോ രാജിവെക്കും. അതിനിച്ചിരി പുളിക്കും. തേന്മല ആശുപത്രിയിൽ പോയെന്ന് നോക്കൂ. ഇടിച്ചു കുത്തിയല്ലേ ജനങ്ങൾ വരുന്നത്. ഭയങ്കര റെസ്പോൺസാ. എന്റെ മുമ്പടെ ക്യാമറ. അയ്യടാ, ഞാനിപ്പോ രാജിവെക്കും. അതിനിച്ചിരി പുളിക്കും. എന്താ സാറേ തല കുത്തിയിരിക്കുന്നേ? ഈ ബ്രിങ്കോഡി ഫിംഗാസെറ്റ് തിന്നാലേ തലമണ്ടയിലോട്ട് നല്ല ഐഡിയകൾ വരുമെന്നാ പറയുന്നത്. നല്ല ആസനമാണ് സാർ. സാറിന്റെ നല്ല ബെസ്റ്റ് ആസനമാണ്. എന്റെ സാറേ, സാറിനൊരു കാര്യം അറിയാമോ? കന്നിമാസത്തിൽ പട്ടി മോങ്ങുന്ന പോലെ ഫോൺ കിടന്ന് അടിച്ചോണ്ടിരിക്കുന്നത്. ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. TV തുറന്ന സാറ് മാത്രമേ ഉള്ളൂ. നെറ്റിലാണെങ്കിൽ പിന്നെ പറയണ്ട. ഒറ്റ ഇന്റർവ്യൂ കൊണ്ട് ഞാനൊരു തരംഗം സൃഷ്ടിച്ചല്ലേ? തരംഗമല്ല സാറേ, തന്തയ്ക്ക് വിളിയാ. ഫേസ്ബുക്കിൽ പിള്ളേര് കിടന്ന് അളിച്ചു വാരുക. പിന്നെ ആ പ്രൈം TV ഒഴികെയുള്ള ചാനലുകാരെല്ലാം ദേശം പിണക്കത്തിലോ. അതെന്താ? സാറിന്റെ ആ ഒറ്റ ഇന്റർവ്യൂ കാരണം പ്രൈം TVയുടെ റേറ്റിംഗ് എലിവാണം പോലെയല്ലേ കുതിച്ചുയർന്നത്. ആരും കോമഡി പ്രോഗ്രാം ഒന്നും കാണുന്നില്ലെന്ന്. ബാക്കി ചാനലുകാരോടൊക്കെ ഇതുപോലെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാമെന്നോ അവര് ചോദിക്കുന്നത്. വായി നീ വേണ്ടാതിനും ചാടാതിരിക്കാൻ എന്താ ഒരു വഴി? വണ്ടിക്ക് വേഗപ്പൂട്ട് ഫിറ്റ് ചെയ്യുന്നത് പോലെ സാറിന്റെ വായിക്കാത്തോട്ടൊരു ലോക്ക് ഫിറ്റ് ചെയ്താലോ? തേന്മലയിൽ പടർന്നിരിക്കുന്ന ഊമപ്പനി വളരെ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. H1N1 വൈറസുകൾ പരത്തുന്ന ഈ അസുഖത്തിന് ഊമപ്പനി എന്ന ഓമന പേര് സംഭാവന ചെയ്ത ആരോഗ്യമന്ത്രി ശ്രീ പ്രഭാകരൻ തച്ചപ്പുഴയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ രോഗം ബാധിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വസനീയമായ വൃത്തങ്ങളിൽ നിന്നും അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒന്നങ്ങോട്ട് മാറ്. അദ്ദേഹത്തിന് സുഖമില്ല, ഒന്ന് മാറ്.
വിശ്വസിച്ചു ആ പൊട്ടന്മാരെ മുഴുവൻ പറ്റിച്ചു. അല്ല, ആ ഡോക്ടറുടെ പോക്കറ്റ് വല്ലതും തിരികെ? പോക്കറ്റ് മാത്രമല്ല, അവന്റെ അണ്ടറിന്റെ അകത്ത് ഒരു നോട്ട് തിരികെ കയറ്റി. അത് മതി. അല്ല, അയാളെ വിശ്വസിക്കാം. ആരെ അവനാ? ഇനി അവൻ എന്തെങ്കിലും പറഞ്ഞ അവന്റെ അണ്ടകടാകം ഞാൻ അടിച്ചു പൊളിക്കും. വെരി ഗുഡ്. ഇനി ഒരുത്തിനോട് ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് മതി. എന്നാലും സാറിന്റെ ഐഡിയ അപാരം തന്നെ. അത് പിന്നെ ഈ ഹലോ, സിഎമാണ് സാർ. അയ്യോ, ഞാനിവിടെ ഇല്ലെന്ന് പറ. ഞാനിവിടെ ഇല്ല. ശരി സാർ, സ്പീക്കർ ഫോണിലിടാൻ പറഞ്ഞു. ഹലോ, ശശിയാണ് സാർ. തച്ചപ്പുഴ എവിടെ പോയി? പച്ചത്തുഴ സാർ. അദ്ദേഹം ഇവിടെ ഉണ്ട് സാർ. എടോ തച്ചപ്പുഴേ, കേട്ടോണ്ടിരിക്കുക, പറഞ്ഞോളൂ. മിണ്ടാൻ വയ്യ. വായ തുറന്ന കാറ്റ് മാത്രമേ തൊണ്ടിക്കകത്തുനിന്ന് വരൂ. ഇവിടെ പ്രതിപക്ഷത്തിന്റെയും പത്രക്കാരുടെയും പ്രശ്നം കൊണ്ട് ഇരിക്കാൻ വയ്യ. എന്ത് ചെയ്യണം ഞാൻ? അയാൾ എന്തെടുക്കാ? സാർ, തല ചോദിച്ചോണ്ടിരിക്കുകയാണ് സാർ. മിണ്ടാതിരിക്കാൻ പറയാണ് സാർ. അല്ല, എന്നോട് മിണ്ടാതിരിക്കാൻ പറയാണ് സാർ. എന്റെ വകുപ്പിന്റെ ചുമതല ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യണോ ഞാൻ? അല്ല, ടാറ്റ കാണിക്കാണ് സാർ. അയ്യോ സാർ, അതല്ല, വേണ്ടാന്ന് കാണിക്കാണ് സാർ. സാർ ഒരു മിനിറ്റ്, എന്തോ എഴുതുന്നുണ്ട്. എന്താണെന്ന് നോക്കട്ടെ സാർ. സാർ, ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണ്ട, ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നാണ് സാർ പറയുന്നത്. ശരി. ഞാൻ സ്ഥിതിഗതികളൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഇനി മേലാൽ ചാനൽ കയറി പോയേക്കെന്ന് പറഞ്ഞേക്കണം. യെങ്കിലും ചിലപ്പോ കൈക്രിയയും കഥകളിയും ഒക്കെ കാണിക്കുമ്പോഴാണ്. കാണിക്കുന്നുണ്ട് സാർ. അതല്ല, കാണാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് സാർ. സാറിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പനിയും കൊണ്ട് ഇങ്ങോട്ടൊന്നും എഴുതാൻ. അസുഖം മാറുന്നവർ അവിടെ തന്നെ ഇരുന്നാ മതി. ശരി സാർ. ഓക്കെ സാർ. അയ്യോ,